നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. എന്തായാലും ഛത്തീസ്ഗഡിൽ നടക്കുന്ന അവിടുത്തെ വാർത്ത മനുഷ്യക്കടത്തും അതുപോലെ ബാലവേലയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുഞ്ഞുമക്കളെ മതം മാറ്റത്തിന് വേണ്ടി വന്ന 3 പെൺകുട്ടികളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ കന്യാസ്ത്രീകൾക്ക് മലയാളികളായിട്ടുള്ള 2 എണ്ണത്തിന് ജാമ്യം കോടതി നിഷേധിച്ചിട്ടുണ്ട്. കണ്ടമഴി ഓടിച്ചിട്ടുണ്ട്. അത്ര കണ്ട് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ആ 2 സ്ത്രീകൾ ചെയ്തത്. അവരെ കന്യാസ്ത്രീ എന്ന് വിളിക്കാൻ തൽക്കാലം നിർവാഹമില്ല. ആ 2 ദുഷ്ട സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടതുണ്ട്. ആ സ്ത്രീകൾ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം കൊണ്ട് തന്നെ കോടതി ജാമ്യം തള്ളിയിട്ടുണ്ട്. ഇനി മേൽക്കോടതിയിൽ പോയാൽ തന്നെ കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനത്ത് ഇതിനു മുൻപ് തന്നെ ശക്തമായിട്ടുള്ള മതപരിവർത്തന ആ ബില്ലും അതുപോലെ ആ നിയമവും മാത്രമല്ല ഈ പറയുന്ന മനുഷ്യക്കടത്തിനെതിരെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെ അവിടെ ശക്തമായുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത്ര കണ്ട് വലിയ കുറ്റം ചെയ്തത് കൊണ്ട് തന്നെയാണ് അവരെ ജയിലിൽ ഇട്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോ നമുക്കറിയാം ഈ ബാലവേലയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഏകദേശം 2019 6 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കുഞ്ഞു മക്കളെയും കൊണ്ടുവന്ന ഏജന്റ് അടക്കമുള്ള കന്യാസ്ത്രീ അടക്കമുള്ള ഒരു വാർത്ത അത് മാധ്യമങ്ങൾ മുക്കിയതാണ്. അതുകൊണ്ട് എന്തായാലും ഛത്തീസ്ഗഡ് വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ 28/6/2019 വന്ന പത്രങ്ങളിൽ വന്ന വാർത്ത, ആ വാർത്ത ഒന്ന് കേൾക്കേണ്ടതാണ്. അതിന്റെ ഹെഡിങ് എങ്ങനെ വരുന്നെന്ന് അറിയാമോ? ബാലവേലയ്ക്ക് എത്തിച്ച 11 പെൺകുട്ടികളെ രക്ഷിച്ചു എന്നാണ് ഹെഡിങ്. ആരാ രക്ഷിച്ചത്, ആരാ കൊണ്ടുവന്നത് എന്നൊക്കെ ഇനി നമുക്ക് കാണാം. വാർത്ത വരുന്നത് ഇങ്ങനെയാണ്. തൃശ്ശൂരിലാണ് ആധാർ കാർഡ് തിരുത്തി പ്രായം കൂട്ടിക്കാണിച്ച് ബാലവേലയ്ക്ക് എത്തിച്ച് 11 പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച 18 പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത 11 പേരെയാണ് രക്ഷിച്ചത്. കേൾക്കണം, ഈ ഛത്തീസ്ഗഡ് തന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഛത്തീസ്ഗഡും എന്ന് മനസ്സിലാക്കുക. അതായത് ഛത്തീസ്ഗഡ് പോലെയുള്ള, ഒറീസ പോലെയുള്ള, ബീഹാർ പോലെയുള്ള ഇത്തരത്തിൽ ഒരുപാട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും കുഞ്ഞു മക്കളെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരിക. എന്തിനാ കുഞ്ഞു മക്കളെ കൊണ്ടുവരുന്നത്? മറ്റൊന്നിനുമല്ലെന്നേ, ബാലവേലയ്ക്ക് തന്നെയാണ്. എന്തിനാ ബാലവേല? ഇവർക്ക് മഠങ്ങളുണ്ട്, കന്യാസ്ത്രീ മഠങ്ങളും പിന്നെയോ ഈ പള്ളിയിലച്ചന്മാരുടെ ഒരുപാട് അരമനകളൊക്കെ ഉണ്ട്. ഇവിടെ അടിമ വേലയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നത്. ഇത് തെളിവ് സഹിതമാണ് ബാലവേലയ്ക്ക് എത്തിച്ച 11 പെൺകുട്ടികളെ രക്ഷിച്ചു എന്നുള്ള വാർത്ത 28/6/2019 വന്നത്. ഇനി വാർത്ത ഇങ്ങനെ പോവുകയാണ്. കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലെ ചില മഠങ്ങളിൽ ജോലിക്കായാണ് ഇവരെ എത്തിച്ചത്. എന്ത് മഠങ്ങളാ? അമൃതാനന്ദമയി മഠം അല്ല, ഈ കന്യാസ്ത്രീ മഠങ്ങളുടെയാ. ഈ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട് അല്ലെ? സിസ്റ്റർ അഭയ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ആ അഭയെ കൊല്ലാൻ വേണ്ടി പള്ളിയിലച്ചന്മാർക്ക് മലന്ന് കടന്നു കൊടുത്തുകൊണ്ട് ആ പാവം പിടിച്ച സ്ത്രീയെ കൊന്നത് എങ്ങനെയെന്നൊക്കെ കേരള ജനത മറന്നിട്ടുണ്ടായിരിക്കില്ല. മാത്രമല്ല, ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ആ ചങ്ങാതിക്ക് വേണ്ടി മലന്നും കമ്മുന്നും കിടന്ന കുറെ ക്രിസ്ത്യാനി ഈ പറയുന്ന കന്യാസ്ത്രീകൾ പുറത്തു വന്നുകൊണ്ട് സമരം ചെയ്തതും പിന്നെ അവർക്കെതിരെയുള്ള കുറ്റാരോപണങ്ങളും കോടതി നാരിയുടെ കീറി പരിശോധിച്ച വിധിപ്പകർപ്പുകളും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം ഈ അരമനകളിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, പെൺവാണിഭം അതല്ലെങ്കിൽ ബലാത്സംഗം അടക്കമുള്ള പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ എത്രത്തോളെയാണ് എന്നുള്ളത്. നോക്കൂ, ആലോചിച്ച് നോക്കും. കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ മണവാട്ടിയാ. ഈ കർത്താവിന്റെ മണവാട്ടികൾ എന്ന വേഷം ധരിച്ചുകൊണ്ട് ഇന്ന് കള്ളുകുടിച്ചും പെണ്ണുപിടിച്ചും നടക്കുന്ന പള്ളിയിലച്ചന്മാർക്ക് വേണ്ടി വശംവദരാവേണ്ടി വരുന്ന ആ സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവിടെ സംശയിക്കേണ്ടതുണ്ട്, ബാലവേലയ്ക്ക് മാത്രമല്ല ഈ കുഞ്ഞുമക്കളെ, ഈ സ്ത്രീകളെ കൊണ്ടുവരുന്നത്. ഛത്തീസ്ഗഡിൽ പിടിയിലാകപ്പെട്ട കുട്ടികൾ 18ഉം 19ഉം 21ഉം വയസ്സുള്ള കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ആധാർ കാർഡ് പോലും ഇല്ലാത്ത, അച്ഛനാരെന്നോ അമ്മയാരെന്നോ ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആ സ്ത്രീകളെ, ആ പെൺകുട്ടികളെ ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരുന്നത് വെറും ബാലവേലയ്ക്ക് മാത്രമല്ല. ഇങ്ങനെ കാമം മൂത്ത് നടക്കുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലെയുള്ള ഒരുപാട് ഈ ചങ്ങാതിമാരുണ്ടല്ലോ, ലോഹയിട്ട അതല്ലെങ്കിൽ മാക്സി അണിഞ്ഞ് നടക്കുന്ന കാമപ്രാന്തന്മാർ. ആ കാമപ്രാന്തന്മാരുടെ കാമം തീർക്കാൻ വേണ്ടി പോലും ഇത്തരത്തിലുള്ള ഹിന്ദു കുട്ടികളെ, ആദിവാസി കുട്ടികളെ, ദളിത് കുട്ടികളെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. ഇനി ഈ വാർത്ത ഇനിയും പോവാണ് മക്കളെ. എങ്ങനെ പോകുന്നറിയാമോ? പെൺകുട്ടികളെ എത്തിച്ച ഏജന്റിനെ കസ്റ്റഡിയിൽ എടുത്തു. വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസിൽ ഇന്നലെ രാവിലെ 9:30 നാഗേന്ദ്രൻ പെൺകുട്ടികളുമായി തൃശ്ശൂരിൽ ഇറങ്ങിയത്. ഏജന്റാണ് കൊണ്ടുവന്നത്. ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലാകപ്പെട്ട ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലും മായാണ്ടിയോ എന്തോ കുശ്മാണ്ടിയോ എന്തോ ഒരു ചങ്ങാതിയുണ്ട്, അവനും ഒരു ഏജന്റാണ്. ഈ ഏജന്റുകൾ മുഖാന്തരമാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അതല്ലെങ്കിൽ ആദിവാസി കുട്ടികളടക്കമുള്ള ഹിന്ദു കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇന്ന് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി പോയിട്ടുള്ള ഈ കന്യാസ്ത്രീകളുടെ വക്കീലിനോട് കോടതി ചോദിച്ചു,
ചോദിച്ചു, എങ്ങനെയാണ് ഈ കുട്ടികൾ, ക്രിസ്ത്യൻ കുട്ടികൾ എന്നൊക്കെയാണ് അത്ര ഇവരുടെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കോടതി ചോദിച്ചു, എങ്ങനെയാണ് ഈ ദളിത് അല്ലെങ്കിൽ ഈ ഗോത്രവർഗ ആദിവാസി കുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികളാവുന്നത് എന്ന് കോടതി ചോദിച്ചു. മാത്രമല്ല ജാമ്യം തരാൻ ഒക്കില്ല, അത്ര കണ്ട് ക്രൂരമായിട്ടുള്ള നിയമലംഘനമാണ്, മനുഷ്യക്കടത്താണ്, മതം മാറ്റ പരിവർത്തനത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് കോടതിക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ട് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കിടന്ന് മാപ്രകളുടെ വാക്കും കെട്ട് പച്ചയ്ക്ക് ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികളും ഇവിടത്തെ അന്തം കമ്മികളും കൊങ്ങികളും ഒക്കെ വായിട്ടലച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് പോവുക തന്നെ ചെയ്യും. ഇവിടെ BJP-യുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇവിടെ ഉദ്ധരിക്കാതിരിക്കാനാവില്ല. കാരണം എന്തെന്നറിയാമോ, ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ട VHP, ബജ്രംഗ് ദൾ എന്ന് പറയുന്ന VHP-യുടെ ഒരു യുവജന വിഭാഗം, ആ വിഭാഗത്തെ ഈ രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല എന്നും അതല്ലെങ്കിൽ അതിന് നമ്മുടെ RSS-ഉമായ BJP ഒരു ബന്ധവും പുലബന്ധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവരദോഷിയുടെ രൂപത്തിൽ ഈ പറയുന്ന ഈ ക്രിസ്ത്യൻസിന്റെ നക്കാപ്പിച്ച 4 വോട്ടുകൾക്ക് വേണ്ടി ഓരോ ഹിന്ദുവിന്റെയും അഭിമാനമായിട്ടുള്ള ബജ്രംഗ് ദളിനെ തള്ളി പറയണം രാജീവ് ചന്ദ്രശേഖരൻ എന്നുണ്ടെങ്കിൽ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ഈ ഒരു രാഷ്ട്രീയ കാപട്യം എന്ന് ആലോചിച്ച് നോക്കും. ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എന്തുകൊണ്ടായിരിക്കാം ഈ കമ്മ്യൂണിസ്റ്റ് വിട്ടുകൊണ്ടും കോൺഗ്രസ് വിട്ടുകൊണ്ടും BJP-യിലേക്ക് വരാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു ഉത്തരം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് തന്നിട്ടുള്ളത്. കാരണം തീർത്തും നിയമലംഘനം നടത്തിയിട്ടുള്ള, മനുഷ്യക്കടത്ത് നടത്തിയിട്ടുള്ള, മതപരിവർത്തനം നടത്താൻ വേണ്ടി കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന ഈ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്ന കൃത്യമായിട്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ പോകുന്ന ആ സർക്കാർ, ആ മുഖ്യമന്ത്രി തന്നെ പറയുന്നു കൃത്യമായ നിയമലംഘനം നടന്നിരിക്കുന്നു, മതപരിവർത്തന ശ്രമം നടന്നിരിക്കുന്നു, മനുഷ്യക്കടത്ത് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കടന്നുകൊണ്ട് ആ നിയമം അതല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ഉതകുന്ന രീതിയിൽ ഇവിടുത്തെ 4 വോട്ടിന് വേണ്ടി നിയമം തകർക്കാൻ, ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥ തകർക്കാൻ, ഇവിടുത്തെ സുരക്ഷ, ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികളുടെ സുരക്ഷിതത്വം തകർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു BJP-ക്കാരും അതല്ലെങ്കിൽ ഒരു ഹിന്ദു സംഘടനക്കാരും നാളെ ചോദ്യം ചെയ്യപ്പെടാതെ പോവുകയില്ല എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. ഇനി വാർത്ത പോവുകയാണ്. വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസിൽ ഇന്നലെ രാവിലെ 9:30-യോടെയാണ് നാഗേന്ദ്രൻ പെൺകുട്ടികളുമായി തൃശ്ശൂരിൽ ഇറങ്ങിയത്. 2 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ക്ഷീണാവസ്ഥയിലുള്ള കുട്ടികളെ കണ്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ റെയിൽവേ പോലീസിൽ അറിയിച്ചു. സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള റെസ്ക്യൂ ഹോമിൽ എത്തിച്ച ശേഷം പോലീസ് ഇവരുടെ ആധാർ രേഖകൾ പരിശോധിച്ച സമയത്താണ് കാണുന്നത് ആധാർ കാർഡിൽ 25 മുതൽ 28 വയസ്സ് വരെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കാഴ്ചയിൽ 20-ന് താഴെയായിരുന്നു കുട്ടികളെ മതിച്ചത്. ഇതോടെ QR കോഡ്, ആധാർ കാർഡിലെ QR കോഡ് സ്കാനർ ഉപയോഗിച്ച് എല്ലാവരുടെയും ആധാർ രേഖ പരിശോധിച്ചു. 18 പേരിൽ 11 പേരുടെയും പ്രായം 17-ൽ താഴെയാണെന്ന് കണ്ടെത്തി. ഇവരുടെ വീടുകളിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കൾ എത്തിയാലുടൻ കുട്ടികളെ കൈമാറുമെന്നും ചൈൽഡ് ലൈൻ അറിയിച്ചു. ഇങ്ങനെയാണ് ഈ വാർത്ത പോകുന്നത്. ഇത് 26/6/2019 ഇത് വേറെ എവിടെയും നടന്നതല്ല. ഈ കേരളത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്, റെയിൽവേ സ്റ്റേഷനിലാണ് നടന്നത്. എവിടേക്ക് വേണ്ടിയിട്ടാ? കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലെ ഈ ക്രിസ്ത്യൻ കന്യാസ്ത്രീ മഠങ്ങളിൽ ബാലവേലയ്ക്ക് വേണ്ടി, അടിമവേലയ്ക്ക് കൊണ്ടുവന്നതാണ് ഛത്തീസ്ഗഡ് പോലെയുള്ള ആ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾ. അതുകൊണ്ട് ഇവിടെ ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രം ഒന്നും ഓർമ്മിപ്പിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ RSS-ന്റെയും BJP-യുടെയും നെഞ്ചത്ത് കയറാൻ വേണ്ടി, ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയും ഇവിടുത്തെ മലയാള കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്ത കണ്ടുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഹിന്ദു ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ മാന്തി ചികഞ്ഞിങ്ങോട്ട് എടുക്കും. കാരണം നിന്റെ ഒന്നും വോട്ട് കിട്ടിയിട്ടല്ല ഇവിടെ BJP ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്രമോദിജിക്ക് എത്ര ക്രിസ്ത്യാനികൾ വോട്ട് കുത്താറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് നിന്റെ ഒന്നും വോട്ട് കണ്ടിട്ടുള്ള, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന RSS ഭരിക്കുന്നത് നിന്റെ ഒന്നും വോട്ടുകൾ കൊണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ ഈ കന്യാസ്ത്രീകൾ കോടതിയിൽ നിന്ന് ജാമ്യം എത്ര ദിവസം കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അത്ര കണ്ട് ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തുക. കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ BJP-യുമായി ചേർന്ന് ക്രിസ്ത്യൻ സഭ അടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ കരുതിയത്? ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് കന്യാസ്ത്രീ പട്ടമണിഞ്ഞ അതല്ലെങ്കിൽ ആ മാക്സി അണിഞ്ഞ് നടക്കുന്ന സ്ത്രീകളായാലും ഈ ലോഹ മാക്സി അണിഞ്ഞ് നടക്കുന്ന പുരോഹിതൻ എന്ന പേരിൽ പറഞ്ഞു നടക്കുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ പോലെയുള്ള കാമപ്രാന്തന്മാരായാലും ഇവർക്കൊന്നും നീതിന്യായ വ്യവസ്ഥകൾ, നിയമവ്യവസ്ഥകളൊന്നും ബാധകമല്ല എന്ന രീതിയിലാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. അവിടെ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളിൽ ഊന്നിക്കൊണ്ട് തന്നെ BJP-യോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് മാത്രം രക്ഷയുണ്ടാവും, നിങ്ങൾക്ക് രക്ഷയുണ്ടാവും. കാരണം
കാരണം അല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. കേരളത്തിൽ എന്തേ ഇസ്ലാമിക ജിഹാദികൾ നിങ്ങളുടെ പാലാ ബിഷപ്പിനെ വളഞ്ഞപ്പോൾ എന്തേ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നിങ്ങളെ രക്ഷിക്കാൻ വന്നില്ല? എന്തേ ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കൈകാലുകൾ ഇരുദിശയിൽ വർഗീയ കിതാബ് മദ്രസ പൊട്ടന്മാർ വെട്ടിയ സമയത്ത് എന്തേ ജോസഫ് മാഷെ സംരക്ഷിക്കാനും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ഒരു കോൺഗ്രസ്സുകാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വന്നില്ല? അവിടെയൊക്കെ നിങ്ങൾക്ക് RSSകാരും BJPക്കാരും ഹിന്ദു സംഘടനാ വക്താക്കളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന മാധ്യമങ്ങളുടെ വർഗീയ വാർത്തകൾ കണ്ടുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഹിന്ദു ഇങ്ങനെ ഓരോ വാർത്തകളും ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൃത്യമുള്ള സ്ഥിതിവിവര കണക്കുകളൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തിടും. പുറത്ത് പറഞ്ഞാൽ കേരളത്തിലടക്കം നടത്തുന്ന മതപരിവർത്തനമുണ്ടല്ലോ, അത് ഇസ്ലാമിക ജിഹാദികൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇവിടത്തെ ക്രിസ്ത്യൻ സഭകൾ പെന്തക്കോസ്തായാലും സെഹിയോൻ ബന്ധപ്പെട്ട സഭയായാലും ഒട്ടേറെ സഭകൾ നടത്തുന്ന മതപരിവർത്തനമുണ്ടല്ലോ, അതിന്റെ കണക്കുകളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നത് ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ ചെയ്യുന്ന പോലെ ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊന്നൊടുക്കാൻ വേണ്ടി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഒന്നും കൊണ്ടുപോകാനല്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻസിന്റെ ആ ഒരു ഐക്യം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ കണക്കുകളൊന്നും പറയാത്തത്. അതുകൊണ്ട് വല്ലാതെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കണക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. അത് കൃത്യമായ തെളിവ് സഹിതം പറയാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നോക്കൂ, ഇനി വിവരമുള്ള ക്രിസ്ത്യാനികളുമുണ്ട്. ഇസ്ലാമിക മദ്രസ പൊട്ടന്മാരെ പോലെയല്ല വിവരമുള്ള ക്രിസ്ത്യാനികളുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ EM ജോസ് എന്ന് പറയുന്ന നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. ഈ EM ജോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടു. അതെങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? ഗംഭീര ആർട്ടിക്കിളാ, എല്ലാവരും കേൾക്കേണ്ടതാ. ഇങ്ങനെയാണ് ഇത് വരുന്നത്: കന്യാസ്ത്രീകളും പുരോഹിതരും ഭാരത പൗരന്മാരാണ്. എല്ലാ ഭാരതീയ നിയമങ്ങളും അവർക്കും ബാധകമാണ്. സംശയാസ്പദമായ രീതിയിൽ ഒന്നോ അതിലധികമോ കുട്ടികളെയോ മുതിർന്നവരെയോ വളർത്തു വന്യമൃഗങ്ങളെയോ ഏത് മാർഗേണയും മതിയായ രേഖകളില്ലാതെ കടത്തുന്നത് കുറ്റകരമാണ് ഭാരത വ്യവസ്ഥ പ്രകാരം, നിയമവ്യവസ്ഥ പ്രകാരം. അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും സന്യാസിയോ അതല്ലെങ്കിൽ ഉസ്താദോ ആരായാലും തുല്യരാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. ഇനി ബാക്കി വരുന്നു: സമൂഹം അവർക്ക് ബഹുമാനം ആവശ്യത്തിലധികം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഭാരതീയ നിയമസംഹിതയുടെ മുൻപിൽ അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഏത് സാധാ പോലീസുകാരനും മനുഷ്യക്കടത്ത് ചോദ്യം ചെയ്യാനാവും. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകർ ഒരു കുട്ടിയെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആണ് പിടിക്കപ്പെട്ടത്. പണം സ്വരൂപിക്കുന്നതിൽ കൂടുതൽ ഊന്നൽ നൽകിയവരാണ് തെരേസയും തുടർന്ന് വന്ന സിസ്റ്റർ നിർമ്മലയും. അതിനായി ഏത് വളഞ്ഞ മാർഗവും സ്വീകരിക്കുമായിരുന്നു. എന്തേ ഈ തെരേസ കൽക്കത്ത ആസ്ഥാനമാക്കിക്കൊണ്ട് മതപരിവർത്തനവും അതിൽ ആതുര സേവനം എന്നൊക്കെ പറഞ്ഞ് വാനമ്പാടിയായി നടന്ന് എന്തേ ഇന്ത്യയിൽ മാത്രം നടന്ന്? എന്തേ ബംഗ്ലാദേശിൽ പോയില്ല? എന്തേ പാകിസ്ഥാനിൽ പോയില്ല? അല്ലെങ്കിൽ ഒട്ടേറെ മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ എന്തേ മതം മാറ്റും അതല്ലെങ്കിൽ ഞാൻ ഉദ്ധരിക്കാനൊന്നും പോയില്ല? അത് പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാൽ തെരേസയുടെ കയ്യും കാലും വെട്ടും, ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ പോലെ എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ തെരേസ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടാണ് മദർ തെരേസയും ഇവിടെ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് EM ജോസ് ആ വ്യക്തിയെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്നു: തെരേസയെ പുണ്യവതിയായി പ്രഖ്യാപിച്ച ശേഷം തെരേസയുടെ പേര് പേറ്റന്റ് റൈറ്റ്സിന് അപേക്ഷിച്ചവളായിരുന്നു നിർമ്മല എന്ന് പറയുന്ന സിസ്റ്റർ. അത് നടപ്പിലായിരുന്നെങ്കിൽ ഒരു സ്ഥാപനത്തിനോ ഒരു പെട്ടിക്കടയ്ക്ക് പോലും തെരേസയുടെ പേരിട്ടാൽ തുക അടയ്ക്കേണ്ടി വരുമായിരുന്നു. നോക്കൂ, ഇവരുടെ സേവനം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തു കൂട്ടുന്ന കൊടും ദുഷ്ടതകളെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. പാലക്കാട് സെഹിയോൻ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. പാലക്കാട് അട്ടപ്പാടി ചുരം കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു ധ്യാന കേന്ദ്ര. ആ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങളൊന്ന് അടുത്ത് ഇടപഴകി പോയി നോക്കുക, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അന്വേഷിക്കുക, ചോദിച്ചു നോക്കുക. എത്രത്തോളം വലിയ രീതിയിലാണ് അവിടെ മതപരിവർത്തനം നടത്തുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അധികം ദൂരെയൊന്നും പോണ്ട. ഇത്തരത്തിലുള്ള ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളെ കേന്ദ്രീകരിച്ച് അവിടങ്ങളിൽ നടക്കുന്ന ഈ പറയുന്ന ധ്യാന കേന്ദ്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടേക്കൊന്ന് പോയി അന്വേഷിച്ചാൽ മതി. അവിടെ വരുന്ന ഹിന്ദുക്കൾ എത്രത്തോളമാണെന്നും ധ്യാനം കൂടാൻ വരുന്ന ഹിന്ദുക്കളെ മതം മാറ്റിക്കൊണ്ട് ജോസഫ് എന്നും തോമസ് എന്നും ത്രേസ്യാമയെന്നും പേരിട്ടുകൊണ്ട് ഈ കുഞ്ഞാടുകളാക്കി രണ്ടാം തര പൗരന്മാരാക്കി മാറ്റുന്ന ആ ദുഷ്ടത്തരം കൂടി നമ്മൾ കണക്ക് പറഞ്ഞാൽ പിന്നെ ഒരു ക്രിസ്ത്യാനിയും ഈ മോങ്ങൽ, ഈ കണ്ണീരൊഴുക്കൽ നടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ
മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അനാഥാലയത്തിലെ അന്തേവാസിയായ 7 വയസ്സുള്ള ഒരു അനാഥക്കുട്ടിയെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കമ്പി പഴുപ്പിച്ച് കൈവളയിൽ പൊള്ളിച്ചതിനെതിരെയായിരുന്നു ബംഗാളിൽ കേസെടുത്തത്. അന്ന് ബംഗാളിൽ ഭരിച്ചത് CPM സർക്കാർ ആയിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ദുഷ്ടതകൾ ഇവരുടെ ഈ ബാലവേലയ്ക്ക് കൊണ്ടുവന്ന കുട്ടികളോട് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ടും അറിയാൻ പറ്റും. ഇനിയോ കമ്പി പഴുപ്പിച്ച് പൊള്ളിച്ചതിന്റെ ഉദ്ദേശശുദ്ധി സർക്കാർ മനസ്സിലാക്കണം എന്നാണ് സിസ്റ്റർ നിർമ്മല പ്രതികരിച്ചത്. അതായത് മദർ തെരേസ കഴിഞ്ഞാൽ പിന്നെ വലിയ വിശുദ്ധയാണ് ഈ സിസ്റ്റർ നിർമ്മല. ഈ സിസ്റ്റർ നിർമ്മല അടക്കം കാട്ടിക്കൂട്ടിയ ദുഷ്ടത്തരമാണ് കമ്പി പഴുപ്പിച്ച് കുഞ്ഞിനെ പൊള്ളിച്ചത്. അത് എന്തിന്റെ ഉദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്ന് തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്തിന് തെരേസയെ പുണ്യവതിയായി പ്രഖ്യാപിച്ചതിന് കാരണമായ ആദിവാസി പെൺകുട്ടിയുടെ വയറ്റിലെ മുഴ സംഭവം. അങ്ങനെ ഒരു മുഴയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ചികിത്സിച്ചു എന്ന് പറയുന്ന ആസ്പത്രിയിലെ ഡോക്ടർമാരും മറ്റുമെല്ലാം ബംഗാൾ ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവരാണ്. മദർ തെരേസയെ വലിയ പുണ്യവതിയായി വാഴ്ത്തിയത് ഏതോ ഒരു ആദിവാസി കുട്ടിയുടെ വയറ്റിലെ മുഴ ആശുപത്രിയിൽ ചികിത്സിക്കാതെ ഈ അമ്മ മാറ്റി എന്നുള്ളതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും കടക്കുന്നില്ല. കാരണം ഒരു ഹിന്ദുവും യേശുദേവനെയോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ വിശ്വാസങ്ങളെയോ ഒന്നും എതിർക്കാറില്ല. മറിച്ച് ക്രിസ്മസിന് ക്രിസ്ത്യാനികൾ നക്ഷത്രം തൂക്കുന്നതിനേക്കാൾ ഭംഗിയിൽ, പുൽക്കൂടൊരുക്കുന്നതിനേക്കാൾ ഭംഗിയിൽ ഓരോ ഹിന്ദുവും ഒരുക്കിക്കൊണ്ട് അവരെ സഹോദരന്മാരായി സഹോദര്യത്തോടു കൂടി നമ്മുടെ നെഞ്ചോട് ചേർക്കാറുണ്ട്. അത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ചൊല്ലിപ്പടിച്ച ഓരോ ഹിന്ദുവും അങ്ങനെ ചെയ്യുകയുള്ളൂ. ഓരോ ഹൈന്ദവ സംസ്കാര വാഹകനും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ നെഞ്ച് തുരന്ന് പോവാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ നിനക്കൊക്കെ പിന്നെ ഇത് തന്നെയായിരിക്കും കിട്ടുക. അത് ജയിലായിരിക്കും. അതല്ലെങ്കിൽ അവിടുത്തെ പ്രീതി മൽഹോത്ര അടക്കമുള്ള സ്ത്രീ ജനങ്ങൾ നേരിട്ടിറങ്ങി നിന്റെയൊക്കെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയ്ക്കുണ്ട് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നീയൊക്കെ നടത്തുന്ന മതപരിവർത്തനം എന്നുള്ളത്. അറിയാത്തതൊന്നുകൊണ്ടുമല്ല ഞങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മൗനം നിനക്കൊക്കെ എല്ലാ തെമ്മാടിത്തരം കാട്ടാനും അനുകൂലമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ പുളച്ചു പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ കണക്ക് ഒരിക്കലും മലയാളി ക്രൈസ്തവ നീ ആവേണ്ട എന്നുള്ളതാണ് ഇവിടെ സ്നേഹത്തോടു കൂടി ഉപദേശിക്കാനുള്ളത്. കാരണം ഇവിടെ രാഷ്ട്രീയക്കാർ നിന്നെയൊക്കെ പിന്താങ്ങുന്നെന്നും പറഞ്ഞ് നിന്റെ പിറകെയൊക്കെ വരും. പക്ഷേ രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി രാഷ്ട്രമാണ് ഞങ്ങൾക്ക് പ്രധാനം. ഇവിടുത്തെ ഹിന്ദു സംസ്കാര വാഹകരായിട്ടുള്ള ഹൈന്ദവരെ കൂട്ടത്തോടെ മതം മാറ്റാൻ ഇറങ്ങുന്നവന്മാർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകളുണ്ട്. RSS അടക്കമുള്ള പരിവാർ സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട. കളിച്ചു കഴിഞ്ഞാൽ നഷ്ടം നിനക്ക് തന്നെയാണ്. എപ്പോഴും ഏതിനും ഇവിടുത്തെ ഹിന്ദു തന്നെയാണ് നിനക്ക് സംരക്ഷകരായിട്ട് ഉണ്ടായിരിക്കുക. ആ ഹിന്ദുവിനെ ദ്രോഹിച്ചുകൊണ്ട് ഇനിയും വല്ലാതെ മെക്കിട്ട് കയറേണ്ട ഇവിടത്തെ കൂട്ടിക്കൊടുപ്പ് മലയാള മാധ്യമങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ട് എന്ന് ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്. പെൺകുട്ടിയെ ഇനി വീണ്ടും നമ്മുടെ മദർ തെരേസയ്ക്ക് പുണ്യവതിയായി കിട്ടിയ പട്ടമുണ്ടല്ലോ, ആ പെൺകുട്ടിയെ നുണ പറയാൻ പ്രേരിപ്പിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ഓഫർ ചെയ്ത പണം കൊടുത്തില്ലെന്ന് പിന്നീട് ആരോപണമുണ്ടായി. ഇതൊക്കെ പറയുന്നത് EM ജോസ് എന്ന് പറയുന്നൊരു വിവരമുള്ള ക്രിസ്ത്യാനിയാണ്. ഇതുപോലെയുള്ള നാണം കെട്ട ക്രിസ്ത്യാനിയല്ല. ഇനിയും അദ്ദേഹം പറയുകയാണ്, അതൊക്കെ എന്തുമാവട്ടെ, സഭയും കന്യാസ്ത്രീയും നിയമത്തോട് സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. 80കളിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ഒറീസ, ബീഹാർ, കർണാടക, രാജസ്ഥാൻ, ജാർഖണ്ഡ്, അന്ന് ബീഹാർ ആയിരുന്ന ജാർഖണ്ഡ് തുടങ്ങി പല സ്റ്റേറ്റുകളിലും വിടുമായിരുന്നു. അവരെ ആദ്യമേ എഡ്യൂക്കേറ്റ് ചെയ്യും. വരുന്ന സ്ഥലം, പോകുന്ന സ്ഥലം, എന്ത് ജോലിക്കാണ്, ഇതൊക്കെ പോലീസ്, ലേബർ ഓഫീസർ, TTE മുതലായവർ ചോദിച്ചാൽ പറയാൻ വേണ്ടി പച്ച നുണകൾ ആദ്യം ഇവരെ പറഞ്ഞു പഠിപ്പിക്കും. 50 പേരുണ്ടെങ്കിൽ 10 ബാച്ചായി തിരിച്ച് 10 ടിക്കറ്റ് എടുക്കും. ഞാൻ ഒറ്റ ടിക്കറ്റ് എടുത്ത് മാറിയിരിക്കും. നിങ്ങളെ ആരെങ്കിലും കൊണ്ടുപോവുകയാണോ? ഇങ്ങനെ ചോദിച്ചാൽ പറയണം, അല്ല, ഞങ്ങൾ പണി അന്വേഷിച്ച് പോകുന്നു. ഇത്രയും മുൻകരുതലുകൾ കോൺഗ്രസ് ഭരണകാലത്ത് ഞാൻ എടുത്തിരുന്നു. അന്ന് ഒരു സ്റ്റേറ്റിലും സംഘി ഭരണമോ അതുകൊണ്ട് തന്നെ സംഘി ഫാസിസമോ ഉണ്ടായിരുന്നില്ല. നോക്കൂ, അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്ത ഈ EM ജോസ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയാണ്. അവർക്ക് കമ്പനിയിലേക്ക് ജോലിക്കാരായിട്ട് ഇതുപോലെ മനുഷ്യക്കടത്ത് നടത്തിയ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി 50ഓളം ആളുകളെ കൊണ്ടുപോവുകയാണെങ്കിൽ 10 ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഈ 10 പേർക്ക് ഒരാളും മേൽനോട്ടം ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പറയണം, TTE ചോദിച്ചാലും അതല്ലെങ്കിൽ മറ്റു പോലീസ് ചോദിച്ചാലും ഒക്കെ പറയേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് വർഷങ്ങളോളം അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ മതപരിവർത്തനവും ബാലവേല അടക്കമുള്ള
അതിനൊക്കെ വേണ്ടി ഈ കുട്ടികളെ കടത്തുക, പെൺകുട്ടികളെ കടത്തുക, കുഞ്ഞു മക്കളെ കടത്തുക എന്നുള്ളത്. അതുകൊണ്ട് നീയൊന്നും വല്ലാതെ അങ്ങോട്ട് മേനി നടിക്കേണ്ട. നിനക്കൊക്കെ ലോഹ ഇട്ടുകൊണ്ടും അതല്ലെങ്കിൽ കന്യാസ്ത്രീ എന്ന പട്ടം ധരിച്ചുകൊണ്ടും ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ ചെയ്യാമെന്ന് ആരും പതിച്ചു തന്നിട്ടൊന്നുമില്ല. ഈ ഭാരതം ഭരിക്കുന്നത് RSS ആണെങ്കിൽ ഈ ഭാരതം ശുദ്ധീകരിക്കാനുള്ള നട്ടെല്ലും ശുദ്ധീകരിക്കാനുള്ള ആർജവവും ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ക്രിസ്ത്യാനികൾ മോദിജിക്ക് ഭരിക്കാൻ വേണ്ടി അവകാശം കൊടുക്കാൻ വേണ്ടി വോട്ട് കുത്തിയിട്ടുണ്ട് എന്ന് നീയൊക്കെ സ്വയം ചോദിച്ചാൽ മതി. ഇനിയോ ഇത്രയും മുൻകരുതലുകൾ കോൺഗ്രസ് ഭരണകാലത്ത് ഞാൻ എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ് EM ജോസഫ്. ഇനി പറയുന്നു, കഴുത കാമം കരഞ്ഞു തീർക്കട്ടെ, സഭ ഭാരതീയ നിയമസംഹിതയോട് സഹകരിക്കുക, കൂറ് കാണിക്കുക, വന്ദേ ഭാരതം, വന്ദേ മാതരം, ജയ് ഹിന്ദ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ EM ജോസ് എന്ന് പറയുന്ന വിവരമുള്ള ഒരു ദേശസ്നേഹിയുടെ, രാഷ്ട്രസ്നേഹിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടത്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാക്കാനാവും. EM ജോസ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഫേസ്ബുക്കിൽ. കൃത്യമായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അതുകൊണ്ട് ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് ഞങ്ങളൊക്കെ കൃത്യമായിട്ട് കണക്ക് സഹിതം കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇറങ്ങിയാൽ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാൽ തീർന്നു. അന്ന് ഇവിടെ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഈ മതപരിവർത്തനവും ഈ ബാലവേല പരിപാടിയും ഈ പറയുന്ന മനുഷ്യക്കടത്ത് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അന്നൊക്കെ നിന്റെയൊക്കെ അണ്ടം കീറി കളസം കീറുന്ന രീതിയിൽ തെളിവ് സഹിതം പുറത്തേക്കിടാൻ ഞങ്ങളെ നിർബന്ധിതരാക്കരുത്. അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അവർ മലയാളികളാണെന്ന് കരുതി എന്ത് തോന്നിയാസവും ചെയ്യാൻ അവർക്ക് ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. എന്ത് തോന്നിയാസവും ഈ സഭാ തിരുവസ്ത്രം എന്ന പേരിൽ ഈ പറയുന്ന ഈ ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടിയൊക്കെ മലന്ന് കടന്നു കൊടുത്തിട്ടുള്ള ഒരുപാട് കന്യാസ്ത്രീകളുടെ ആ വിവരമൊക്കെ വാർത്തകളിലൂടെയും തെളിവുകളിലൂടെയും കോടതി വിധികളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുള്ള മലയാളിക്ക് അത് കൃത്യമായിട്ടും അറിയാം. എങ്ങനെയാണ് സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടതെന്നും ആ അഭയെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന കന്യാസ്ത്രീയുടെ വെളിപ്പെടുത്തൽ, കന്യാസ്ത്രീ എന്ന് പറയാൻ പറ്റും, ആ സ്ത്രീയുടെ ക്രൂരയായിട്ടുള്ള സ്ത്രീയുടെ വെളിപ്പെടുത്തലും ഒക്കെ കണ്ടവനാണ് മലയാളി. അതുകൊണ്ട് വല്ലാണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ഓട്ടം നിർത്തിക്കോ സഹോദര ക്രിസ്ത്യാനി. കാരണം നിനക്ക് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിന്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം വാങ്ങി തൂക്കുന്ന വ്യക്തികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഓരോ മലയാളി ഹിന്ദുവും. അതുകൊണ്ട് ആ ഹിന്ദുവിനെ നീ വെറുപ്പിക്കേണ്ട. ഇസ്ലാമിക ജിഹാദികളുടെയും അന്തം കമ്മികളുടെയും കൊങ്ങികളുടെയും ഒക്കെ തിട്ടൂരത്തിന്, അതല്ലെങ്കിൽ അവരൊക്കെ വരച്ചു വെച്ച വാർത്തകൾക്ക് അടിസ്ഥാനത്തിൽ വ്യാജ വാർത്ത ചമച്ചുവിടുന്ന മാമാ മാധ്യമങ്ങളുടെ വാർത്തകൾക്കനുസരിച്ച് നീ തുള്ളേണ്ട. യാഥാർത്ഥ്യങ്ങൾ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. കോടതി ഇവർക്ക് ജാമ്യം പോലും അനുവദിച്ചിട്ടില്ല. അത്ര കണ്ട് തൃശ്ശൂരിൽ തന്നെ, കോട്ടയത്തും തൃശ്ശൂരുമുള്ള ക്രിസ്ത്യൻ ഈ സഭകളിലേക്ക് അടിമവേലയ്ക്ക് കൊണ്ടുവന്ന കുട്ടികളുടെ വാർത്ത തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അത്തരത്തിൽ ഒരുപാട് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒന്നും പൊക്കിപ്പിടിച്ച് ഞങ്ങൾ കൊണ്ടുവരാത്തത് ഞങ്ങളുടെ മര്യാദ കൊണ്ടാണ്, മാന്യത കൊണ്ടാണ്, സംസ്കാര ശുദ്ധി കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കാൻ വേണ്ടി നടക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ നടത്തുന്ന പേക്കൂത്തുകൾ, അതല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ നടത്തുന്ന പേക്കൂത്തുകൾ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച ആ വൃത്തികെട്ട വർഗം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, ആ പേക്കൂത്തിലെ ഒരു നേതാവായി അഭിനേതാവായിട്ട് അഭിനയിക്കാൻ ഒരു ക്രിസ്ത്യാനിയും ഇനി മുതലരുത്. സഹോദരൻ ക്രിസ്ത്യൻസേ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.